ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശരിയാ ഉണ്ടായിട്ടില്ല. ധൃതിയാണെങ്കിൽ നിങ്ങൾ പോണം മിസ്റ്റർ. ഐ ആം സോറി. ഇയാളുടെ പേര് കേശവലേട്ടാണ്. ചെറുതി കേശവല്ല എന്നും വിളിക്കും. ചുരുക്കി ചെറുതി എന്ന് പറയും. അല്ലാതെ പോകാൻ ധൃതി ഉണ്ടെന്നല്ല. മിസ്റ്റർ SDP, എനിക്ക് നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ. ആ കേശവല്ല പുറത്തേക്ക് പോകും. ശരി സാർ. ശരി സാർ. മിസ്റ്റർ ദാമോദരൻ പിള്ളേ, ഞാൻ ആകെ അപ്സെറ്റ് ആയിരിക്കാൻ. ഈ കുട്ടി ഇതിനു മുമ്പ് ഇങ്ങനെ വയലന്റ് ആയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ദിവാൻ ബഹദൂർ രാജപത്മനാഭൻ തമ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉവ്വ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ കോൺഫിഡൻഷ്യലാണ്. ദിവാൻ ബഹദൂർ രാജപത്മനാഭൻ തമ്പിക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഇതാണ് തമ്പിയുടെ മകൾ മൃണാളിനി. കിടക്കും. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അറിയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നെ കൊന്നുകളയും. അതുണ്ടാകാൻ പോകുന്നില്ല. അയാളൊരു മുത്തച്ഛനാകാൻ പോകുന്നു എന്ന കഥ അറിഞ്ഞില്ലായിരിക്കും. നിനക്കെന്തറിയാം? അയാളെ പറ്റിയുള്ള സകല വിവരങ്ങളും മനസ്സിലാക്കുന്നതാണ് ഞാനിത് പറയുന്നത്. യു ഫർഗെറ്റ് ഹിം ആൻഡ് ദാറ്റ് ഈസ് ഫൈനൽ. അദ്ദേഹത്തെ മറക്കാൻ എനിക്ക് കഴിയില്ല അച്ഛാ. ഞാൻ ഗർഭിണിയാണ്. അച്ഛാ, യു ഗെറ്റ് ഔട്ട്. നീ എന്തു പറയുന്നു? ഇന്ന് തന്നെ പോകണം. അയാളെ കാണണം. സ്വത്തെല്ലാം എഴുതി വാങ്ങണം. ഇല്ല. എടി, ആ സംഭവത്തിന് ശേഷമാണ് മൃണാളിനി മാനസിക രോഗിയായത്. 1 വർഷം കഴിഞ്ഞ് അവർ ആത്മഹത്യ ചെയ്തു. അനാഥയാകുമെന്ന് കരുതി തമ്പി കുട്ടിയെ ഏറ്റെടുത്തു. ആ കുട്ടിയാണ് മായ. തമ്പി സ്വത്ത് മുഴുവൻ കുട്ടിയുടെ പേരിൽ എഴുതി. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തമ്പിയും മരിച്ചു. മായ മാനസിക രോഗിയാണെന്ന് പറഞ്ഞുകൂടാ. സ്നേഹം എന്താണെന്ന് അവൾക്ക് അറിയില്ല. ആരുടെയും വാത്സല്യം അവൾ അനുഭവിച്ചിട്ടില്ല. പാവം. അവൾ ചുരുക്കം ചില സന്ദർഭങ്ങളിലെ വയലന്റ് ആകാറുള്ളൂ. അല്ലാത്തപ്പോൾ അവൾ ഒരു മാലാഖയാണ്, an angel. ഈ സമയം അവളെ ആരെങ്കിലും കൈക്കലാക്കിയാൽ അവർ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കും. എന്നെ ആളുകൾ പഴിക്കും. ഞാൻ കൂട്ടുനിന്നു എന്നിവരെ പറയും. എ ട്രാജിക് പ്രെഡിക്കമെന്റ്. എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉടനെ വിവരം അറിയാം. ഞാൻ ഫോൺ ചെയ്യാം. ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന മുരളി എന്റെ ഫ്രണ്ടാണ്. മായ എവിടെ ഉണ്ടെന്നുള്ള വിവരം അതിനെങ്കിലും അറിയിക്കണം. വേണ്ട, നിനക്കതുകൊണ്ടൊരു ദോഷം സംഭവിക്കാൻ പോകുന്നില്ല. വേണ്ട, നീ വെറും നീച്ചനാണ്. ഈ പെണ്ണിന്റെ വിവരം അറിയിക്കുന്നവർക്ക് റിവാർഡ് കിട്ടുമല്ലോ. അതിന് നീയല്ലല്ലോ ഞാൻ. ഞാൻ അറിയിക്കും. ദാറ്റ്സ് മൈ ഡ്യൂട്ടി. കൂടുതൽ പണം ഞാൻ തരാം. ഞാൻ എങ്ങും പോകുന്നില്ല. എങ്ങും. ഗുഡ്. ഇനി എപ്പോഴാ കാണുക? 2 ദിവസത്തിനുള്ളിൽ. ഞാൻ പോട്ടെ. എവിടെ പോകുന്നു? എന്തെങ്കിലും ഒന്ന് സംസാരിച്ചേൽക്കാന്ന്. എന്ത് സംസാരിക്കാന്? സംസാരിക്കാൻ വിഷയമില്ലെങ്കിൽ
നമുക്ക് ഹൈറേഞ്ചിലെ മണ്ണൊലിപ്പിനെ പറ്റി സംസാരിക്കാം. അല്ലെങ്കിൽ ഭൂഗർഭജല സർവേയെ കുറിച്ച് സംസാരിക്കാം. ഈ നാവില്ലായിരുന്നെങ്കിൽ. ആ തെറ്റ്. അനിതയെ പോലുള്ള സുന്ദരികൾ മിണ്ടാപ്രാണിയെ എന്നെ വാചാലനാക്കുന്നു. എന്താ ശരിയല്ലേ? അല്ല. അനിത സുന്ദരിയല്ലേ? പിന്നെ അനിത എന്ന പാവം പെണ്ണ്. ഞാൻ തോറ്റിരിക്കുന്നു. പിന്നെ മായയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയ എന്നെ അറിയിക്കണേ. വാടിയ നീലക്കാടുകൾ വീണ്ടും വനപുഷ്പമാലകൾ ചൂടി. വാടിയ നീലക്കാടുകൾ വീണ്ടും വനപുഷ്പമാലകൾ ചൂടി. കരിഞ്ഞു പോയൊരു പൂമരം വീണ്ടും കനകാഭരണം ചാർത്തി. വസന്തവരണാഭരണം ചാർത്തി. വാടിയ നീല കാടുകൾ വീണ്ടും വനപുഷ്പമാലകൾ ചൂടി. തകർന്ന പ്രതീക്ഷയിൽ കാലം വീണക്കമ്പി മുറുക്കി. വീണ്ടും വീണക്കമ്പി മുറുക്കി. ഏകാകിനി നീ എന്നിൽ നീട്ടി. ഏകാകിനി നീ എന്നിൽ നീട്ടി. ഏതോ മധുര സംഗീതം. ഏതോ മധുര സംഗീതം. വാടിയ നീലക്കാടുകൾ വീണ്ടും വനപുഷ്പമാലകൾ ചൂടി. ചിറകു കൊഴിഞ്ഞു മരിച്ച കിനാവിൻ ചിതയിൽ നിന്നും വീണ്ടും പുകയും ചുടലച്ചാമ്പലിൽ നിന്നും വർണ്ണച്ചിറകും വീശിയുയർന്നു. വർണ്ണച്ചിറകും വീശിയുയർന്നു. സുന്ദരമാം സുഖശലഭം. നന്ദന മലർവനശലഭം. വാടിയ നീലക്കാടുകൾ വീണ്ടും വനപുഷ്പമാലകൾ ചൂടി. അത് ഇന്നലെ രാത്രി എന്റെ മുറിയിൽ വന്നിരുന്നു. എനിക്ക്